ഐശയ്യാ പ്രവചന പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശവും വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ വചന ശുശ്രൂഷ ഒത്തിരി അനുഗ്രഹമായി തീരുവാൻ ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ ശക്തമായ നിലയിൽ ജീവിതങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുവാൻ ദൈവം പ്രവർത്തിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ കൃപ ഈ ശുശ്രൂഷയിലൂടെ വ്യാപരിക്കേണ്ടതിനായി ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് ഇങ്ങനെ വായിച്ചുവല്ലോ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു അന്ധകാര നിമിടമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാണ് ലോകത്തിന് വെളിച്ചമായി ദൈവം ഈ ഭൂമിയിൽ മനുഷ്യ അവതാരമെടുത്ത് കടന്നു വന്നത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ് പ്രവചന പുസ്തകങ്ങളിൽ നാം വായിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികൾ ഇരുട്ടുള്ളതായി തീരുന്നത്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ഇരുളിലേക്ക് തള്ളിവിടുന്ന എതിർ ശക്തി ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ സന്തോഷത്തെയും നമ്മുടെ ഭാവിയെല്ലാം നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവ കൃപയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ പങ്കുവെക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. നമ്മുടെ ഭാവിയെ ഇരുളടപ്പിച്ച് കളയുക, നമ്മുടെ ഭാവിയെ ലക്ഷ്യമില്ലാതാക്കി തീർക്കുക എന്നീ ദൗത്യങ്ങളോട് പ്രവർത്തിക്കുന്ന എതിർ ശക്തിയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടും അപ്പോൾ തന്നെ നമ്മളിൽ വെളിപ്പെടുത്തുന്ന ആ നിത്യപ്രകാശത്തെ, ആ വെളിച്ചത്തെക്കുറിച്ച് അല്പസമയം ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പലരും ഞാൻ വളരെ പ്രാർത്ഥനയോട് ചെയ്യുന്ന ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഓർപ്പിക്കട്ടെ ഈ സമയം, അയ്യോ എൻ്റെ ഭാവി എന്തായിത്തീരും, ഞാൻ എന്തെല്ലാം പ്രതീക്ഷയോട് കൂടെയാണ് ഈ ലോകത്തിൽ ഞാൻ പഠിച്ചത്, വളർന്നത്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, ആ സ്ഥാപനം തുടങ്ങിയത്, വീട് വെച്ചത്, വിദേശത്ത് പോയത്, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവവചനത്തിലൂടെ നിങ്ങളെ ബലപ്പെടുത്തുവാനും നിങ്ങളെ കരം പിടിച്ചു നടത്തുന്ന ദൈവകൃപയെക്കുറിച്ച് പറയുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ ചുമ്മാ കുറച്ച് ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രം പങ്കുവെക്കുവാനല്ല ഈ സമയം താല്പര്യപ്പെടുന്നത്. അതല്ല എൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം. മറിച്ച് ഒരു വ്യക്തിയെങ്കിലും ഈ ശുശ്രൂഷയിലൂടെ ആത്മീകമായി അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. ഞാൻ ഒരു പ്രവാചകനല്ല കേട്ടോ, ഞാൻ വലിയ രോഗശാന്തി വരപ്രാപ്തനല്ല. ഒരു പക്ഷേ ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് നിങ്ങളെ വിടുവിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം വിടുവിച്ചിരിക്കും. ദൈവം ശക്തനായ ദൈവമാണ്. ഞാൻ പറയട്ടെ, ഏറ്റവും വലിയ അത്ഭുതം യേശു ചെയ്തത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നാറ്റം വെച്ച ലാസറിനെ 4 ദിവസമായപ്പോൾ ഉയർപ്പിച്ചു എന്നുള്ളതാണ് ബൈബിളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ യേശു ചെയ്ത അത്ഭുതമായിട്ട് മാനുഷിക നിലയിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ലാസർ പിന്നെയും ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു മരണത്താൽ. അപ്പോൾ ഒരു ദിവസം എങ്ങനെയായാലും ഈ ഭൂമി നമ്മൾ മാറ്റപ്പെടണം. രോഗസൗഖ്യത്തെക്കാളൊക്കെ പ്രാധാന്യം നാം ദൈവത്തിൻ്റെ ആ സ്വഭാവ രൂപീകരണത്തിലേക്കും, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ആ വിശുദ്ധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അവൻ രോഗം ശീലിച്ചവനായിരുന്നു എന്നാണ് കാണുന്നത്. പൗലോസ് ചില സമയങ്ങളിൽ രോഗിയായിരുന്നിട്ടൊക്കെ കാണുന്നു. അപ്പോൾ തന്നെ പൗലോസ് ഒത്തിരി രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടായിരുന്നു. ഞാൻ രോഗസൗഖ്യത്തിന് എതിരല്ല, പക്ഷെ കുറേ പേർക്ക് രോഗസൗഖ്യം മാത്രം മതി. ഈ രോഗസൗഖ്യം മാത്രം പോരാ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നീ ആത്മീകമായി വിടുതൽ അനുഭവിക്കണം. നീ ദൈവത്തിനു വേണ്ടി നിൽക്കണം. നീ ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്ക്. ദൈവത്തിനു വേണ്ടി നീ പ്രകാശിക്ക്. 70 80 വർഷം ഈ ഭൂമി നമുക്ക് ജീവിപ്പാൻ ദൈവം അവസരം തരുന്നു. അത് നാം നമുക്ക് വേണ്ടി ജീവിച്ച്, നമുക്ക് വേണ്ടി കിടന്നുറങ്ങി, നമുക്ക് വേണ്ടി മാത്രമായി ഈ ലോകത്ത് മാറ്റപ്പെടാനല്ല ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. ഒരു ദൈവികമായ പദ്ധതി നമ്മളിലൂടെ വെളിപ്പെടാനുണ്ട്. ക്രിസ്തുവിന് വേണ്ടി നിൽക്ക്, നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി നിൽക്ക്, അവന് വേണ്ടി പ്രവർത്തിക്ക്. അത് അനുഗ്രഹമായി തീരും. അതൊരു വേസ്റ്റ് അല്ല. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളൊക്കെ കടന്നു വന്നാലും അതിൻ്റെ നടുവിലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. മോശയെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ, അതായത് മോശയുടെ പെങ്ങൾ, ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞങ്ങളുടെ ഇടയിൽ വെച്ചു.
അവന് എന്ത് ഭവിക്കും എന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ഒരു പഴയ നിയമത്തിലെ ഒരു ചരിത്ര സംഭവമാണ് ഞാൻ ഈ വായിച്ചത്. ഫറവോൻ എന്ന് പറഞ്ഞ രാജാവ് ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ ഓർഡർ ഇട്ടപ്പോൾ ഈ കുഞ്ഞിനെ കൊന്നുകളയുവാൻ മാതാവിനോ പിതാവിനോ താല്പര്യമില്ലായകയാൽ അതിനെ രഹസ്യത്തിൽ വളർത്തി. എന്നാൽ സമയമായപ്പോൾ ഇനി ആ കുഞ്ഞിനെ അവരുടെ ഭവനത്തിൽ വളർത്തുവാൻ കഴിയത്തില്ല എന്ന് കണ്ടാണ് മോശയുടെ സഹോദരി ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് കീലും പശയെല്ലാം വെച്ച് നദിയിലൂടെ ഒഴുക്കി വിട്ടു. അവിടെ എഴുതിയിരിക്കുന്ന അടുത്തൊരു വാക്യമാണ്, അവന് എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ഈ പെങ്ങൾക്ക് അറിയത്തില്ല ഇവന്റെ ഭാവി എന്തായിത്തീരുമെന്ന്. ഇവന് ശാരീരികതയിൽ ജന്മം കൊടുത്ത മാതാവിനോ പിതാവിനോ അറിയത്തില്ല ഈ കുഞ്ഞിന്റെ ഭാവി എന്തായിത്തീരുമെന്ന. ആ കുഞ്ഞെങ്ങനെ വളരും, അല്പസമയം കഴിയുമ്പോൾ മരിച്ചു പോകുമോ, ഈ ലോകത്ത് മാറ്റപ്പെടുമോ, എന്തായിരിക്കും, ഒന്നും അറിയത്തില്ല. ആ പെങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ഈ മോശയെ കാണുന്നത്, ഇവൻ കുറച്ച് സമയം കഴിയുമ്പോൾ ഫറവോന്റെ കൊട്ടാരത്തിൽ ചെല്ലും, കുറെ നാൾ അവിടെ വളരും, അതിനുശേഷം കുറെ നാൾ മരുഭൂമിയിൽ അവൻ ജീവിക്കും. അതിനുശേഷം ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ജനലക്ഷങ്ങളായിരിക്കുന്ന ഇസ്രായേലിനെ നയിക്കുന്ന ഒരു നേതാവായിട്ട് ഈ ഞാങ്ങണപ്പെട്ടകത്തിൽ കിടക്കുന്ന മോശയെ ദൈവം തമ്പുരാൻ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഈ വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്ക്, പ്രാർത്ഥനയോടെ കേൾക്ക്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക, എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന്. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ ഭാവി ദൈവകരത്തിൽ സുരക്ഷിതമാണ്. നീ നിനക്ക് തോന്നിയതുപോലെ നീ ജീവിച്ചിട്ട് നിന്റെ ഭാവി എന്തായിത്തീരുമെന്ന് ചോദിച്ചാൽ അത് ആശങ്കാവഹമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ് താങ്കൾ എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ഭാവി ദൈവകരത്തിൽ സുരക്ഷിതമാണ്. നാളെ നീ എന്തായിത്തീരുമെന്ന് നിനക്ക് ഒരറിവുമില്ല. പക്ഷെ നീ എന്തായിത്തീരുമെന്നുള്ളൊരറിവ് നിന്നെ കരത്തിന് പിടിച്ചിരിക്കുന്ന ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ, ഞാനല്ല, ദൈവം തന്നെ നിങ്ങളോട് പറയുന്നു, കുഞ്ഞേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ പഴയ ദൈവമാണ് എന്ന് പറഞ്ഞാൽ പുരാതനനായ ദൈവമാണ്. മോശയെ നടത്തിയ, മോശയെ വളർത്തിയ, മോശയെ സൂക്ഷിച്ച അതേ ദൈവം തന്നെയാണ് നിന്നോട് ഇന്ന് ഈ സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിന് നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ദൈവം സംസാരിക്കുന്നു. ദാവീദ് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഇസ്രായേലിൽ രണ്ടാമത്തെ രാജാവിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രവാചകനായിരിക്കുന്ന ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ദാവീദിന് മൂത്ത 7 സഹോദരന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും യഹോവ തള്ളിക്കളഞ്ഞു. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും ഇശായിയുടെ സന്തതിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇശായി പറഞ്ഞു, ഒരുവനുണ്ട്, അവൻ വനാന്തരത്തിലാ, അവൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രവാചകനായ ശമൂവേൽ പറഞ്ഞു, ഇല്ല, അവനും കൂടിയും വരട്ടെ, അവൻ വന്നതിന് ശേഷം നമുക്ക് ഭക്ഷണത്തിന് ഇരിക്കാമെന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ ശമൂവേലിനെ ഇശായിയുടെ ഭവനത്തിലേക്ക് അയക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, നീ അവരെ പുറമേ നോക്കരുത്, അവരുടെ വണ്ണോ പൊക്കോ ഒന്നും നീ നോക്കരുത്, മറിച്ച് ഞാൻ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. എല്ലാവരും തള്ളിക്കളഞ്ഞ ഈ 8ാമനായ ഇശായിയുടെ മകനായിരിക്കുന്ന ദാവീദിനെ ദൈവം കണ്ടു. ഈ ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ, ഈ ദാവീദിന്റെ അപ്പനും അമ്മയും, അവരൊക്കെ ഈ ദാവീദിനെ തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു മനസ്സിലാക്കുക,
നീ ഇന്ന് രാവിലെ പോലും ഈ ഒരു വാക്ക് കേട്ട് കാണും, നിന്നെ എന്തിന് കൊള്ളാം, നീ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായെന്നു ഇന്ന് രാവിലെ നിന്നോട് നിന്റെ വേണ്ടപ്പെട്ടവർ നിന്റെ മുഖത്ത് നോക്കി സംസാരിച്ച് കാണാം. പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷ നിനക്ക് വേണ്ടിയുള്ളതാണ്. ഞാനല്ല ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ദാവീദേ, നീ വനാന്തരത്തിലാണെങ്കിലും നിന്നെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുവന്ന നിന്റെ മേൽ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കുന്നതിൻ്റെ അടയാളമായിട്ടുള്ള അഭിഷേകം നിന്റെ മേൽ ഒഴിക്കാൻ പോകുക. മിടുക്കന്മാരെന്ന് പറഞ്ഞവർ, കഴിവുള്ളവരെന്ന് പറഞ്ഞവരെ ദൈവം മാറ്റി നിർത്തിയിട്ട് ആർക്കും വേണ്ടാത്ത വനാന്തരങ്ങളിലായിരിക്കുന്ന ആടുകളെ മേയ്ക്കുന്ന ദാവീദേ, നിന്നെയാണ് ഇസ്രായേലിൽ രണ്ടാമത്തെ രാജാവായിട്ട് ദൈവം തമ്പുരാൻ കണ്ടിരിക്കുന്നത്. അപ്പനും അമ്മയും കണ്ടത് അവനെ വനാന്തരത്തിൽ ആട് മേയ്ക്കുന്ന ഒരു പയ്യൻ. 7 ജ്യേഷ്ഠന്മാർ കണ്ടത് ഒരു കഴിവുമില്ല, മിടുക്കൊന്നുമില്ല, ഞങ്ങളൊക്കെയാണ് ഈ പട്ടാളത്തിലും യുദ്ധമുറയ്ക്കൊക്കെ പോകുന്നുണ്ട്, അവനെ കൊണ്ട് അതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന സ്ഥാനത്ത് ദാവീദിനെ ആ രാജ്യത്തിന്റെ രാജാവായി കണ്ട ദൈവകൃപയെക്കുറിച്ചാ ഇന്ന് ഞാനിവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. മനുഷ്യന് കാണുമ്പോൾ അവന്റെ പൊക്കവും മണ്ണവും നിറവും വിദ്യാഭ്യാസവും ഒക്കെ വെച്ച് മനുഷ്യനെ അളക്കുമ്പോൾ ദൈവം അങ്ങനെയല്ല അളക്കുന്നത്. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപ ഒരുവന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ആർക്കും അവനെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവസ്നേഹം, അതാണ് ദൈവത്തിന്റെ കരുതൽ, അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു ദൈവകൃപയെക്കുറിച്ചാണ് ഇന്ന് ഈ സമയം ഞാൻ ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും അടുത്തൊരു വാക്യം ഞാൻ ശക്തമായിട്ട് നിങ്ങളോട് ഓർപ്പിക്കട്ടെ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദാവീദ് പറയുക, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എന്നെ കേൾക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് ശക്തമായി ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളോട് ഇടപെടുകയാണ്. നിന്റെ ദാരിദ്ര്യാവസ്ഥ, നിന്റെ ആ ഒന്നുമില്ലായ്മയുള്ള അവസ്ഥ നീ പലപ്പോഴും ചിരിക്കുന്നുവെങ്കിലും ഒരു ദുഃഖഭാവവും നടിക്കാതെ സന്തോഷഭാവം നടിച്ച് മുന്നോട്ട് പോകുമ്പോഴും നിന്റെ ഹൃദയം നിന്നിൽ തന്നെ തേങ്ങിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയുന്നിടത്ത് ദാവീദിനോട് ചേർന്ന് പറയുവാൻ നമുക്ക് കഴിയട്ടെ, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ എളിയവനായിരിക്കാം, എളിയവളായിരിക്കാം, ദരിദ്രയായിരിക്കാം, ദരിദ്രനായിരിക്കാം, ഡസന്റ് മാറ്റർ, വിഷയമില്ല. ആ ക്ലോസ് ശ്രദ്ധിക്കുക, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ആരൊക്കെ എന്നെ വിചാരിച്ചാലും ആരൊക്കെ സഹായിച്ചാലും സമയത്തിന് നീക്കത്തിൽ അവരൊക്കെ കണക്ക് പറയും. ബിക്കോസ് അവരൊക്കെ മനുഷ്യരാണ്, മനുഷ്യ സഹജമായ രീതികൾ, സ്വഭാവങ്ങളുണ്ട്. പക്ഷെ നിന്നെ വിചാരിക്കുന്ന, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന, നിന്നെ എങ്ങനെ മാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവം ഇന്ന് നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ പറയുന്നു എന്നെക്കുറിച്ച് ആരുമില്ല, എന്നെക്കുറിച്ച് ഒന്ന് വിചാരിക്കാനും ചിന്തിക്കാൻ. നോ, അങ്ങനെയല്ല. ബൈബിൾ പറയുന്നു കർത്താവ് നിന്നെക്കുറിച്ച് വിചാരിക്കുന്നുണ്ട്. നീ ദൈവകരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ, നിന്റെ ഭാവിയെക്കുറിച്ച് ഒന്നും നിനക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ നിന്നെക്കുറിച്ച്, നിന്നെ എന്താക്കി തീർക്കണം, നിന്നെ എങ്ങനെ അനുഗ്രഹിക്കണം, നിന്നെ എങ്ങനെ വഴി നടത്തണം, നിന്നെ എങ്ങനെ ഉയർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവന് എളിയവരെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമാണ്, ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ പറയുന്നു, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ആകുന്നു. നമ്മെ സഹായിപ്പാൻ വേറെ ആരുമില്ല, നമ്മുടെ ദൈവമാണ് നമ്മെ സഹായിപ്പാനുള്ളത്. മനുഷ്യർ എത്ര വാതിൽ വേണമെങ്കിലും അടച്ചോട്ടെ, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ,
ആ ദൈവത്തിൽ വിശ്വസിക്ക്, ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ സമയമായി. ദൈവാലോചന കേട്ട് ആത്മാവിൻ്റെ നിയോഗത്താൽ സുവിശേഷ വേലയുടെ ദൗത്യവുമായി റോമിലേക്ക് കപ്പൽ കയറിയ പൗലോസ് കൂടെയുള്ള തടവ് പുള്ളികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കപ്പൽ ഛേദമുണ്ടായി. വല്ലവിധേന അവിടെ നിന്ന് രക്ഷപ്പെട്ട് മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലെത്തി. തണുപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ കുറേ വിറക് കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വിറക് പറക്കിയ കൂട്ടത്തിൽ ഒരണലി പൗലോസിൻ്റെ കയ്യേൽ വന്ന് ചുറ്റിപ്പിണഞ്ഞു. അപ്പം അവിടെയുള്ള ബർബരന്മാരെ ആദ്യം വലിയ മനസ്സിലൊക്കെ കാണിച്ചെങ്കിലും ഈ അണലി കയ്യേൽ ചുറ്റിയപ്പോൾ അവരുടെ സ്വഭാവം മാറി. പ്രിയമുള്ളവരെ, ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നോട് ഒത്തിരി ഫേവർ കാണിച്ച്, സഹതാപം കാണിച്ച് സഹായിച്ചവരൊക്കെ നിന്റെ ജീവിതത്തിൽ ഈ അണലി ചുറ്റി പോലെയുള്ള ചില സംഭവങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിന്നെ സഹായിച്ചവർ, നിന്നെ കണ്ടു നിന്നവരൊക്കെ അവരുടെ രൂപവും ഭാവവും സ്വഭാവ രീതികളൊക്കെ മാറും. നീ ചെയ്യാത്ത കാര്യം പോലും നീ ചെയ്തു എന്ന് പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ വേദനിപ്പിക്കും, നിന്നെ ഒറ്റപ്പെടുത്തും. എന്നാൽ ഓർക്ക്, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാരെ, ദൈവവചനവുമായി ഇറങ്ങിയ ദൈവം മക്കളെ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്ക്. ദൈവനാമത്തിനു വേണ്ടി നിൽക്കുന്ന നിന്റെ മേൽ ദൈവത്തിൻ്റെ ആലോചനയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദൂത് നിന്റെ മേലുണ്ടെങ്കിൽ, ഏത് അണലി ചുറ്റിയാലും നിന്നെ അത് ഒരിക്കലും ഒരു ദോഷം ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. അവിടെയുള്ള ബർബരന്മാർ ചിന്തിച്ചത് ഇപ്പോൾ തന്നെ അങ്ങ് മരിച്ചു കുഴഞ്ഞു വീഴും, ചത്തു വീർക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർക്ക് വിചാരം മാത്രമേ ഉണ്ടായുള്ളൂ, ഒന്നും നടന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അവസാനം എന്നാ സംഭവിച്ചത്? കണ്ടു നിന്നവരുടെ മനസ്സ് ദൈവം മാറ്റി. ഇന്ന് കർത്താവേ, ഞാൻ ചെയ്യാത്ത ആ തെറ്റ് എൻ്റെ മേൽ ആരോപിച്ചിട്ട് കഴിഞ്ഞ കാലങ്ങൾ എന്നെ സ്നേഹിച്ചവരെ എന്നെ വെറുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരപ്പെടുന്ന, അതേപോലെ ദൈവികമായ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് പല വിധത്തിലുള്ളതായ ജീവിതത്തിന്മേൽ അറിയാത്തതും ഭാരപ്പെടുത്തുന്നതുമായ പല അണലികൾ കൈക്ക് ചുറ്റിയവരോട് ദൈവത്തിൻ്റെ ദൂത് ദൈവത്തിന് വിളിച്ചു പറയാനുണ്ട്. അത് നിനക്ക് ദോഷത്തിനുള്ളതല്ല, അത് നിനക്ക് ദോഷത്തിനായിട്ടുള്ളതല്ല. നിന്റെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ ആലോചനയും കിടക്കുന്നത് കൊണ്ട് ഒരു ദോഷവും നിനക്ക് ഭവിക്കുകയില്ല. കണ്ടു നിന്നവരുടെ മനസ്സ് ദൈവം മാറ്റും. നമുക്കാരുടെയും മനസ്സ് മാറ്റുവാൻ കഴിയത്തില്ല. പക്ഷെ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് മനുഷ്യരുടെ തെറ്റുധാരണകളെ മാറ്റുവാൻ, അവരുടെ വീക്ഷണഗതികളെ മാറ്റുവാൻ കഴിയുമെന്ന് ദൈവവചനം ശക്തമായിട്ട് നമ്മളോട് പറയുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നുവെന്ന് ഒരു ദൂത്, ഒരു ആലോചന ശക്തമായിട്ട് പറയാനുണ്ട്. നോഹയെ പോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചിട്ട് ദൈവികമായ ദർശനവുമായി മുന്നോട്ട് പോകുന്നവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. നിങ്ങളുടെ വിശ്വസ്തതയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോഹയോട് പറഞ്ഞു, ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു. ഗോഫർ മരം കൊണ്ടുള്ള പെട്ടകം പണിയാൻ പറഞ്ഞു. നോഹ അത് വിശ്വസ്തയോടെ ചെയ്തു. അതിനകത്ത് ആകെ കയറിയത് ഈ 8 പേരാ. 8 പേര്. ശ്രദ്ധിക്കേ, മനസ്സിലാക്ക. പ്രിയ സഹോദരി, പ്രിയ സഹോദര, താങ്കൾ ആരുമാകട്ടെ, താങ്കൾ ഒരു ദൈവികമായ ദർശനത്തിന് ഉടമയാണെങ്കിൽ ആ ദർശനത്തോട് കൂട്ടുവെക്കുവാനായിട്ട് തൻ്റെ ഭാര്യയോ കുഞ്ഞുങ്ങളോ ബന്ധുക്കളോ ഒന്നും സഹകരണം കാണിക്കാതിരിക്കുമ്പോഴും നീ വിശ്വസ്തയോടെ ഈവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ പോലും ദൈവം തന്ന ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അത് വലിയൊരു ഭാഗ്യമാണ്. ദൈവം നിന്നോട് കാണിച്ച കരുണയാണ്, നിന്നോട് കാണിച്ച സ്നേഹമാണ്. നീ വിചാരിക്കരുത് എൻ്റെ അത്ര ആത്മീയമില്ലല്ലോ എൻ്റെ ഭാര്യയ്ക്ക്, അതേപോലെ ഞാൻ വിചാരിച്ച വഴിയിലൊന്നും മക്കൾ നടക്കുന്നില്ലല്ലോ, എൻ്റെ സ്നേഹിതര് എൻ്റെ ബന്ധുക്കളൊന്നും ഈ ആത്മീയ നിലവാരത്തിലും എൻ്റെ ഈ ആത്മീയത ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് വ്യാകുലപ്പെടുന്ന വ്യക്തി ജീവിതമേ, നോഹയെ പോലെ നീ നിൽക്ക്, നീ വിശ്വസ്തനായി നിൽക്കുക, നീതിമാനായിട്ട് നിൽക്കുക.
ദൈവത്തിൻ്റെ കൃപയാണ് നിന്റെ മേൽ ലഭിച്ചത്. നോഹ എഴുന്നേറ്റ് അത് പണിയുവാനിടയായിത്തീർന്നു. നോഹയ്ക്ക് ലഭിച്ചൊരു ഭാഗ്യമാണ് പെട്ടകം പണിയുക എന്നുള്ളത്. നിന്റെ മേലും ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചിരിക്കുകയാണ്. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ദൈവ പൈതലെ ഈ ജീവിതയാത്രയിൽ ദൈവികമായ ദർശനം നിനക്ക് കിട്ടി എന്നുള്ളതാണ്. ദൈവികമായ ആ വെളിപ്പാട് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നത് ഒരു മഹാഭാഗ്യമായിട്ട് കാണുക. ഇതിനെ നീ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിവെക്കാതെ, അയ്യോ മറ്റുള്ളവർ കൂടി ഉണരട്ടെ, മറ്റുള്ളവർക്കും കൂടി ഈ ദർശനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിന്റെ സമയത്തെ നീ ദീർഘിപ്പിച്ച് കളയല്ലേ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. മറ്റുള്ളവർ നിന്ദിച്ചോട്ടെ, ദുഷിച്ചോട്ടെ, കുഴപ്പമില്ല. ദൈവത്തിൻ്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചത് കൊണ്ടാണ്. നീ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ശോഭിക്കുക. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചവൻ, നമുക്ക് വേണ്ടി ക്രൂശിൽ കയറിയവന് വേണ്ടിയല്ലേ നീ പ്രവർത്തിക്കുന്നത്. അതൊരു ഭാഗ്യമായിട്ട് ആ ഒരു തിരിച്ചറിവ് ആ നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വ്യാപരിക്കട്ടെ. എന്നാൽ ഓർക്കണേ, ഈ ദൂത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി വിളിച്ചു പറയാനുണ്ട്. വിശ്വാസത്താൽ ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂത് കേട്ടിട്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്ന പലരെയും എനിക്കറിയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ബൈബിളിലുണ്ട്. എന്നാൽ നോഹ യഹോവയുടെ സന്നദ്ധിയിൽ നിന്നും തർസീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോക്കിലേക്ക് ചെന്ന് തർസീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നദ്ധിയിൽ നിന്നും അവരോടുകൂടെ തർസീസിലേക്ക് പോയി കളയുവാൻ അതിൽ കയറി. നിനവയ്ക്ക് പോകാൻ പറഞ്ഞ യോന പക്ഷേ താൻ തർസീസിലേക്ക് പോയി. ആ വാക്ക് ശ്രദ്ധിക്കുക. തർസീസിലേക്ക് പോയാലും നിനവയ്ക്ക് പോയാലും എല്ലാം സെയിമാണ്. സെയിം എന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല. അവിടെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ സന്നദ്ധിയിൽ നിന്നും തർസീസിലേക്ക് പോയി എന്നാണ്. അപ്പോൾ നീ എവിടെ ദൈവാലോചനയിലായിരിക്കുന്നുവോ അതാണ് ദൈവസന്നദ്ധി. ദൈവത്തിൻ്റെ പ്രസൻസ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അത് തർസീസിലുണ്ട്, നിനവയിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ ദൈവ പൈതലെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്നോട് ഒരു ദൈവാലോചന പറഞ്ഞിട്ട് ആ ദൈവാലോചന നീ കേൾക്കാതെ ഇരുന്നാൽ, നീ എവിടെ പോയിരുന്നാലും, എത്ര വലിയ വിശുദ്ധ സ്ഥലത്ത് നിന്നിരുന്നാലും അവിടെ ദൈവ സാന്നിധ്യം കാണത്തില്ല. കാരണം നിന്റെ ജീവിതത്തിലെ അനുസരണക്കേടാണ്. തർസീസിലും നിനവയിലും ലോകത്തെ എല്ലായിടത്തും ദൈവ സാന്നിധ്യമുണ്ട്. ദൈവം എല്ലായിടത്തും വ്യാപരിക്കുന്ന സർവ്വവ്യാപിയായ ദൈവമാണ്. പക്ഷേ നീയും ഞാനും ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് അതനുസരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര ബൈബിൾ വായിച്ചാലും, എത്ര ഉപവസിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും, എത്ര ദാനം ചെയ്താലും അതൊന്നും ദൈവസന്നിധിയിൽ ആയിരിക്കുകയില്ല. കുറേ നാളായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്, കുറേ നാളായില്ലേ TV പ്രഭാഷണം കേൾക്കാൻ തുടങ്ങിയിട്ട്, കുറേ നാളായില്ലേ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എന്തിനാ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്നും മാറി മാറി ഒളിച്ചും പാത്തും നടക്കുന്നത്? വാ, ദൈവസന്നിധിയിലേക്ക് വാ, ദൈവത്തിന്റെ മുമ്പിലേക്ക് വാ. ഒരു സമർപ്പണം ഇന്ന് നടക്കട്ടെ. ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കും. ഞാൻ മോശയുടെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ദാവീദിന്റെ കാര്യം പറഞ്ഞുവല്ലോ. അവരൊക്കെ ദൈവം മാനിച്ചുവെങ്കിൽ നിന്നെയും എന്നെയും മാനിപ്പാൻ ദൈവം ശക്തനായ ദൈവം തന്നെയാണ്. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ചു. ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോട് കൂടെ പുറപ്പെട്ടു. കണ്ടോ, നവോമി എന്ന് പറയുന്ന ഒരു വ്യക്തി, രൂത്തിന്റെ പുസ്തകത്തിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ നവോമി മടങ്ങി വരുവാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ ദൈവം ശക്തമായി ആഹ്വാനം ചെയ്യുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വാ. ദൈവത്തിൻ്റെ ആലോചന നിന്റെ മേൽ കിടക്കുന്നത് നിവർത്തിക്കുവാൻ, അതിനെ ഒരു പ്രവൃത്തി ഫലമുണ്ടാകേണ്ടതിന് ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവീൻ. യോനെ പോലെ ഒളിച്ചോടല്ലേ, നവോമിയെ പോലെ മടങ്ങി വാ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അവസ്ഥകൾക്ക് ദൈവം വിടുതലുകൾ നൽകും. അതോ യോബിന്റെ ഭാര്യയെ പോലെയാണോ? ഭർത്താവിനെയോ ഭാര്യയോ ആത്മീയോ ഉള്ളവരെ തള്ളിക്കളഞ്ഞ് ലോകം മതി, ദൈവം വേണ്ട. യോബിന്റെ ഭാര്യ ലോകത്തിനു വേണ്ടി ജീവിച്ചു. യോബ്
ലോകത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിച്ചു. തീരുമാനിക്കേ, നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയുള്ള, ലോകത്തിന് വേണ്ടിയുള്ളതാണോ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ? ദൈവം മാനിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. കേട്ട വചനത്തിലേക്ക് മടങ്ങി വരാം. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ അതെല്ലാം ഒടുങ്ങിത്തീരും. ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ മാനിക്കപ്പെടും. പ്രാർത്ഥിക്കാം. കർത്താവെ, കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. ഈ വചനം നന്മയായി അനുഗ്രഹമായി മാറട്ടെ. അനേകർ ഈ വചനത്തിലൂടെ കർത്താവിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ദൈവമേ, അവരുടെ പ്രകാശം വന്നിരിക്കുന്നു, ഇനി താമസിപ്പിക്കല്ലേ കർത്താവെ. അവരുടെ ഉള്ളങ്ങളിൽ ഒരു എഴുന്നേൽപ്പിൻ്റെ അവസ്ഥ ദൈവം കൽപ്പിച്ചാട്ടെ. സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ടെ. രോഗികൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ പ്രസ്താവിച്ചതുപോലെ വലിയ വിടുതലുകളെ വചനം കേട്ടവരുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ശക്തമായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.